ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കുമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ഫാബ്രിക് ഞാനൊരു 6 മീറ്ററും ഈ മേലേക്ക് യോക്ക് പാർട്ടിനായിട്ടുള്ള സാറ്റിൻ ഫാബ്രിക് 1 മീറ്ററും പിന്നെ ഇതിൻ്റെ താഴേക്ക് സാറ്റിൻ ലൈനിങ് 1 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫാബ്രിക് 4 ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. നീളത്തിൽ 4 മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം അളവാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ലെങ്ത്ത്, ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഒരു 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടെ കൊടുത്തിട്ട് ഞാനൊരു 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു 11.5 ഇഞ്ച് നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അളവുകളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡർ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്ക് 2.5 ഇഞ്ച് നെക്ക് വീതിയും അതേപോലെ നെക്കിൻ്റെ നീളം ഒരു 3.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് ഒന്ന് ചെരിച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെക്കിന് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആം ഹോൾ ഒരു 5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 6.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് നമ്മൾ ഒരു സ്റ്റിച്ചിങ് ഗ്യാപ്പായിട്ട് കുറച്ച് ലൂസിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടെ കൊടുക്കാം. അതിനുശേഷം ഹിപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഈ ഒരു ഭാഗം കേട്ടോ, ഇത് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അളവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ ഈ ആം ഹോളിൻ്റെ ഇവിടെ നമ്മളൊരു 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ പോയിൻറ്റുകളൊക്കെ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ച ഈ ഒരു വരയിലൂടെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് ഒരു സ്ലോപ്പ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പീസ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്കിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഈ മുകളിലായിട്ടൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒന്ന് ചെരിച്ചൊന്ന് ഇങ്ങോട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റൗണ്ടിൽ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് വശം വരിക. ഇവിടെ നമ്മൾ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബാക്കും ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് 4 ഈ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പഫുള്ള സ്ലീവാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. കുറച്ച് ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു പഫിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ 4 മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു മുകൾ വശം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു വീതി ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം താഴോട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതാ അതിൻ്റെ കട്ടിങ് ഞാൻ ഇതിക്ക് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ലൈനിങ് വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഉറപ്പിന് വേണ്ടി നമുക്കൊരു ക്ലോത്തിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വൈറ്റ് കോട്ടൻ്റെ ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൽ ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് പീസിലും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു ക്ലോത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ട് ഇങ്ങനെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ നല്ല വശത്തേക്ക് ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലൂടെ ഇങ്ങനെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇപ്പോൾ അതാ ഞാൻ ഫ്രണ്ട് ബേസിലും ബാക്ക് ബേസിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് വശത്തും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ഈ ക്ലോത്തിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം സെൻറ്ററുകൾ തമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക ഈ സെൻറ്ററിലായിട്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഈ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ക്ലോത്ത് ഈ വശത്തേക്ക് കറക്റ്റായിട്ട് എത്തുന്നത് വരെ അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഈ വശത്തും അതുപോലെ തന്നെ സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പ്ലീറ്റുകൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ. ഇതേപോലെ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു താഴ്വശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇലാസ്റ്റിക് കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു താഴ്വശവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കൈവണ്ണത്തിൻ്റെ കറക്റ്റ് അളവ് എടുക്കുക. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ഒരു 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. 10 ഇഞ്ച് കൂടുതലാണ്, ഒരു 9 ഇഞ്ചൊക്കെ മതി. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇലാസ്റ്റിക്കൊക്കെ കോർത്തിട്ട് ആ ഒരു അറ്റത്തായിട്ട് ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള ഫ്രില്ലിടാനുള്ള നെറ്റ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ 4 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ഒന്ന് എടുക്കുക കേട്ടോ ഇതിൻ്റെ വീതി. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പീസ് കട്ട് ചെയ്തെടുക്കുക. നെറ്റ് ഫാബ്രിക് 3 പീസ് ഫ്രണ്ടിലേക്കും 3 പീസ് ബാക്കിലേക്കും പിന്നെ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് ഫ്രോക്കിന് ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടിൻ്റെ കുറച്ച് താഴെയുള്ള ഒരു അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടെ അകത്തിയുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക ഈ ഒരു സൈഡിലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ 4 ഇരട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ വീതി, നെറ്റിൻ്റെ വീതി. അങ്ങനെ 3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അകത്തിയുള്ള സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നൂല് വലിച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ലൈനിങ്ങിലും ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ലൈനിങ്ങിലും അതേപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കിലും ഇതുപോലെ അകത്തിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പീസ് നെറ്റിലും 1 പീസ് ലൈനിങ്ങും ഇട്ടുള്ളത്. അപ്പോൾ അതുപോലെ അകത്തിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂല് ഒരു സൈഡിൽ നിന്ന് വലിച്ചിട്ട് ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസിലും അതേപോലെ ഈ നെറ്റിൻ്റെ
ക്ലോത്തിൽ ഇതുപോലെ നൂല് വലിച്ചിട്ട് നമ്മളൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക. 3 പീസിലും ഫ്രില്ലിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ നൂലൊക്കെ വലിച്ച് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് ഇതാ അതുപോലെ ഫ്രില്ലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഈ ഒരു വീതിക്കനുസരിച്ച് ആ ഒരു ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി നെറ്റിൻ്റെ പീസുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ബാക്കി 3 പീസുകളും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നെറ്റിൻ്റെ പീസ് ആ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഇനി രണ്ടാമത്തെ നെറ്റിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മൂന്നാമത്തെ നെറ്റിൻ്റെ പീസും നമ്മളിതുപോലെ ഫ്രില്ലുകളൊക്കെ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി മൂന്നാമത്തതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം കണ്ടോ 3 പീസ്, ഒരു ലൈനിങ്, 3 നെറ്റിൻ്റെ പീസും വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3ഉം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പീസും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പുറത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാ ഞാൻ ബാക്കും ഫ്രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. നല്ല വിരിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ്. ഇനി ഇത് അപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് കറക്റ്റായിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെയാണ് ഇട്ടുള്ളത് നമ്മുടെ ഫ്രോക്ക്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് തന്നെയാണ്. ഇതാ സ്ലീവൊക്കെ ഇതുപോലെ പഫൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഡിസൈനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ മറക്കാതെ കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ കുറച്ച് ഫാബ്രിക് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക്. അപ്പോൾ ഇതിലെ ബാക്കി ഡിസൈനിങ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ഇതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് പിന്നെ നിങ്ങൾ മറക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.